എന്നോട് ഒരുപാട് വിദ്യാർത്ഥികളും പാരന്റ്സും പലപ്പോഴായി ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. കേരളത്തിലെ MBBS മെറിറ്റ് സീറ്റ് കിട്ടാനായിട്ട് നമുക്ക് നീറ്റിന് എത്ര സ്കോർ ഉണ്ടെങ്കിലാണ് സാധിക്കുക എന്നുള്ളൊരു കാര്യം. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റിന് എത്ര സ്കോർ മേടിച്ചാലായിരിക്കും കേരളത്തിൽ നമുക്ക് ഒരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിലോ മെറിറ്റ് സീറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് MBBS കൗൺസിലിംഗ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജസിലെ 85% സീറ്റ്സ് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് എന്ത് ചെയ്യുന്നത്, കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇനി വരുന്ന 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആണ്. അതിന്റെ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. ഇനി നമ്മൾ പ്രൈവറ്റ് കോളേജസിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് പ്രൈവറ്റ് കോളേജസിലെ 100% സീറ്റിനകത്ത് 15% സീറ്റ്സ് എന്ന് പറയുന്നത് NRI സീറ്റ്സും ബാക്കി വരുന്ന 85% സീറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുമാണ്. സോ പ്രൈവറ്റ് കോളേജസിന്റെ കേസിൽ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി വേറെ സീറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിവെക്കുന്നില്ല. 100% സീറ്റ്സും കൗൺസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള തന്നെയാണ് കൗൺസിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കീമിന്റെ സൈറ്റിലോട്ട് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കൗൺസിലിംഗിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള ഒരു കേരള റാങ്ക് പ്രിപ്പയർ ചെയ്യും. സോ ആ ഒരു കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടക്കുന്നത്, കേരളത്തിൽ MBBS അതുകൂടാണ്ട് BDS BAMS BHMS അടക്കമുള്ള എല്ലാ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും അഡ്മിഷൻസ് നടക്കുന്നത്. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും അതുകൂടാണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസും എടുക്കുന്ന സമയത്ത് ഓരോ കാറ്റഗറിയിൽ ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി ഉണ്ട്, അത് കൂടാണ്ട് OBCക്കകത്ത് നമുക്ക് ഈഴവ കാറ്റഗറി, മുസ്ലിം കാറ്റഗറി, അത് കൂടാണ്ടുള്ള എല്ലാ കാറ്റഗറീസും നമ്മൾ ഇന്ന് ടോട്ടലായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഈ ഉള്ള എല്ലാ കാറ്റഗറീസിലും ഏറ്റവും കുറഞ്ഞ എത്ര റാങ്കിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത് വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നീറ്റിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നീറ്റിന്റെ റാങ്ക് കീമിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വൺസ് നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ കീമിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ബിക്കോസ് കീമിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ പോസിബിൾ അല്ല. നമ്മൾ കീമിന്റെ എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കീമിന്റെ എക്സാമിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗും അത് കൂടാണ്ട് ഫാർമസിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കീമിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് കേരളത്തിലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ കീമിന് ആപ്ലിക്കേഷൻ വെക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് എത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ ഇതിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 954 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ആയിട്ടുള്ളത്. ആ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. ഇനി സെയിം നമ്മളിപ്പോ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി നമ്മളിപ്പോ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് എടുക്കുന്ന സമയത്ത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിൽ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന കോളേജിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് ഒരു വിദ്യാർത്ഥി അഡ്മിറ്റ് ആയിരിക്കുന്നത്. ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 10,095 ആയിരുന്നു ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈഴവ കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2483 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈഴവ കാറ്റഗറിയിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ആ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു സ്റ്റുഡന്റ് അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു സെയിം കേസ് നമ്മൾ എന്ത് ചെയ്തു, ഈഴവ കാറ്റഗറിയുടെ കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ സെൽഫ് ഫൈനാൻസിങ്ങിൽ 10,510 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെൽഫ് ഫൈനാൻസിങ്ങിൽ കഴിഞ്ഞ വർഷം ഈഴവ കാറ്റഗറിയിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിലുള്ള കോളേജിലാണ് കഴിഞ്ഞ വർഷം ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. ഇനി ഈ ഒരു സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം കാറ്റഗറിയിലോട്ട് വരികയാണെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയേക്കുന്ന 1,729 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ്
ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി ആ ഒരു സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,694 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് വന്നിരിക്കുന്നത്, ലാസ്റ്റ് ഇയറിൽ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് നമുക്ക് സെൽഫ് ഫൈനാൻസിംഗിൽ അഡ്മിഷൻ കിട്ടിയുള്ളത്. ആ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു. സെയിം കാര്യം നമ്മളിപ്പോ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3101 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അത് നമ്മളിപ്പോ സെൽഫ് ഫിനാൻസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,192 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മളത് ധീവര കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ധീവര കാറ്റഗറിയിൽ നിന്ന് 8,490 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ധീവര കാറ്റഗറിയിൽ നിന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. സെയിം കേസ് നമ്മളിപ്പോ സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,228 റാങ്കുള്ള വിദ്യാർത്ഥി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ വിശ്വകർമ്മ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് നോക്കുന്ന സമയത്ത് വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് 2,197 റാങ്കുള്ള വിദ്യാർത്ഥി ലാസ്റ്റ് ഇയറിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വിശ്വകർമ്മ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് അഡ്മിറ്റ് ആയിരിക്കുന്ന വിദ്യാർത്ഥി സെൽഫ് ഫൈനാൻസിംഗ് അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 12,854 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുന്ന സമയത്ത് 2,253 റാങ്കുള്ള വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ആയിട്ടുള്ളത്. ആ സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് ഫൈനാൻസിംഗിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 10,157 റാങ്കുള്ള വിദ്യാർത്ഥി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ടുള്ളത്. സെയിം കാര്യം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ BX കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BX കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി 4,070 റാങ്കുള്ള വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് റാങ്കിൽ അലൗട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BX കാറ്റഗറിയിൽ നിന്ന് 12,605 റാങ്കുള്ള വിദ്യാർത്ഥി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ് എന്ത് ചെയ്തേക്കുന്നത്, അഡ്മിറ്റ് ആയിട്ടുള്ളത്. നമ്മൾ കുടുംബി റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,950 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്കിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഈ സെയിം കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,881 റാങ്കുള്ള വിദ്യാർത്ഥി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുശവ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് എടുക്കുന്ന സമയത്ത് 14,436 റാങ്കുള്ള വിദ്യാർത്ഥിക്ക് കൊല്ലം പാരിപ്പള്ളിയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിൽ 23,430 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് വന്നേക്കുന്നത്, അഡ്മിഷൻ വന്നേക്കുന്നത്. ഇനി SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,549 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് SC വിഭാഗത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് എന്ത് വന്നിരിക്കുന്നത്, അഡ്മിഷൻ വന്നേക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിലാണ്. ഇനി SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,710 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് SC വിഭാഗത്തിൽ നിന്നാണ് സെൽഫ് ഫൈനാൻസിംഗിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളോട് വരുന്ന സമയത്ത് 22,304 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ST വിഭാഗത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് ചെയ്തേക്കുന്നത്, അഡ്മിഷൻ അയക്കുന്നത്. ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. സെയിം കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 25,507 റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, സെൽഫ് ഫൈനാൻസിംഗിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ST വിഭാഗത്തിൽ നിന്നൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ EW കാറ്റഗറി, അതായത് എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ഒരു കാറ്റഗറി നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലോ റാങ്കിൽ നമുക്ക് അഡ്മിഷൻ ആയതെന്ന് പറഞ്ഞാൽ 3,320 റാങ്കുള്ള വിദ്യാർത്ഥി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ആയിട്ടുണ്ട്. ആ ഒരു സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് ഫൈനാൻസിംഗിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 16,957 റാങ്കുള്ള വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു 2024 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും സെൽഫ് ഫൈനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിലെയും MBBSന്റെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. സോ ഈ വർഷവും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ റാങ്ക് വൈസ് നോക്കുന്ന സമയത്ത്
ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് മാർക്കിൽ വലിയ ഡിഫറൻസുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2023 2024 എടുക്കുമ്പോൾ നമ്മൾ റാങ്ക് ബേസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിനിമം 50 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ് ഈ വർഷം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ വൺസ് നിങ്ങളുടെ കേരള റാങ്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പ്രോപ്പർലി അനലൈസ് നോക്കുക. ഇതിനേക്കാൾ മിനിമം ഒരു 10 15 റാങ്ക് താഴാനോ അല്ലെങ്കിൽ ഒരു 50 റാങ്ക് മുകളിലോ ആയിട്ട് മാത്രമായിരിക്കും നമ്മുടെ കൗൺസിലിംഗ് ക്ലോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. അല്ലാണ്ട് വലിയ ഡിഫറൻസുകളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് കോളേജസിന്റെ കേസിൽ. സെൽഫ് ഫൈനാൻസിങ് കോളേജസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മേ ബി 500 മുതൽ 1000 റാങ്കിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിട്ട് ഫീസ് അറൌണ്ട് 8 lakh ഫീസ് ഉണ്ട്. അപ്പൊ അത്രയും ഫീസ് അടച്ച് പഠിക്കാനായിട്ടുള്ള വിദ്യാർത്ഥികൾ എത്രത്തോളം വില്ലിംഗ് ആവും എന്നതും റാങ്കിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അത് ഗവൺമെന്റ് കോളേജ് ആയാലും സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളായാലും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സെൽഫ് ഫൈനാൻസിങ് ആയാലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കീപ്പ് ചെയ്യുക. സോ അപ്പോൾ എന്ത് ചെയ്യുക, വിദ്യാഭ്യാസ സംബന്ധമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.